ഇറാനെതിരെ നീക്കവുമായി അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി കൈകോർക്കാൻ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ രംഗത്ത് വന്നു. കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായമൊരുക്കാമെന്ന് സംയുക്ത പ്രസ്താവനയും ഇറക്കി. അതേസമയം ഇറാന്റെ വാതകപ്പാടം ആക്രമിച്ചതിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. US ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടിട്ടില്ല. പ്രതീക്ഷിക്കുന്നതിലും വേഗം നിലവിലെ സംഘർഷങ്ങൾ അവസാനിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. അജയ് സുധാ ബിജു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അജയ്, നമുക്കറിയാം ഈ യുദ്ധം നീണ്ടുപോകുമ്പോൾ അതിൽ ഇറാൻ പിടിമുറുക്കിയത് ഈ ഹോർമുസ് കടലിടുക്കിലാണ്. പക്ഷെ അതിനിടെ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടുന്നു. കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്കായി കൈകോർക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ നിരവധി മലയാളികളടക്കം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും നാട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങൾ വലിയ ആശങ്കയിലാണ്. എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്? പലരുടെയും ജോലിയെപ്പോലും ബാധിക്കാം, സുരക്ഷയെ ബാധിക്കാം. എന്താണ് ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതി എന്നറിയണം. അതോടൊപ്പം അറബ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും തുടർ നീക്കങ്ങളും എന്താണ്? ടോം, തീർച്ചയായിട്ടും ആശങ്കാജനകം തന്നെയാണ് സാഹചര്യം. ഒട്ടും നമുക്ക് ആശ്വാസപ്പെടാവുന്ന അല്ലെങ്കിൽ ഒരു ശുഭകരമായിട്ടുള്ള വാർത്തകളൊന്നും തന്നെയല്ല പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. അത് നേതാക്കളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതും അതുപോലെ തന്നെ യുദ്ധ സാഹചര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്നതും ഒന്ന് മാത്രമാണ്: ഇനിയും ദിവസങ്ങൾ ഈ യുദ്ധം നീണ്ടുപോകും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾക്ക് പുറമെ നിരവധി വാതക സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, എണ്ണ വിതരണ കേന്ദ്രങ്ങൾ, എണ്ണ പാടങ്ങൾ, ഇവയെല്ലാം കേന്ദ്രീകരിച്ചാണ് നിലവിലെ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇറാനിലുള്ള സൗത്ത് പാഴ്സ് ഈ വാതക സംഭരണ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിരുന്നു. ഇത് വലിയ നാശനഷ്ടങ്ങൾക്കും ഇറാന് വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെ വരുത്തിവെച്ച ഒരു ആക്രമണമായിരുന്നു ഇത്. ഇതിൽ അമേരിക്ക വരെ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നതാണ്. ഇതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ നിലവിൽ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആക്രമണം അത് കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഖത്തറിലുള്ള റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇറാനിൽ ആക്രമിച്ചതിന് സമാനമായി ഒരു ഗ്യാസ് സംഭരണ കേന്ദ്രത്തിലേക്കാണ് ഇവിടെയും ആക്രമണം നടന്നത്. ഇത് ഈ ഖത്തറിൻ്റെ മൊത്തം ഗ്യാസ് വിതരണത്തിൻ്റെ ഏതാണ്ട് 17% ഇത് കാരണം ബാധിക്കപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഖത്തറിനെയും അതുപോലെ ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ല. മൊത്തം നമ്മുടെ വിദേശ വിപണിയുടെ 90%, ഇന്ത്യയുടെ വിദേശ വിപണിയുടെ 90% കടന്നു വരുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഈ വിതരണമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഈ ഖത്തറിനടക്കം ഇത്ര വലിയൊരു നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇന്ത്യ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഖത്തറിലുള്ള ഈ റാസ് ലഫാൻ ഗ്യാസ് സെൻറ്ററിലേക്ക് ആക്രമണം നടക്കുന്നു. അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും കുവൈറ്റിലുള്ള മിന അൽ അഹമ്മദി റിഫൈനറിയിലേക്ക് ആക്രമണം നടന്നിട്ടുണ്ട്. യുഎയിലുള്ള ഷബ്ഹാൻ ഗ്യാസ് ഫെസിലിറ്റി സെൻറ്ററിന് നേരെ ആക്രമണം നടന്നു. സൗദി അറേബ്യയിലെ സാംറഫ് റിഫൈനറിക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. ബഹ്റൈനിൽ ഇന്ന് രാവിലെ ഒരു സ്വകാര്യ വെയർഹൗസ് തീപിടുത്തത്തിൽ, അതായത് മിസൈലിൻ്റെ അവശിഷ്ടം ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചത് കാരണമുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും പശ്ചിമേഷ്യയിൽ നിലവിൽ സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ്. അതിനിടെ ഇറാനിൽ നിന്ന് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാനിൽ ഇപ്പോൾ അവരുടെ ഒരു IRGCയുടെ വക്താവായിട്ടുള്ള ജനറൽ അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. എന്നാൽ എവിടെ വെച്ചായിരുന്നു ഈ ആക്രമണം, എപ്പോഴാണ് മരിച്ചത് എന്നുള്ള വിശദാംശങ്ങളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല. IRGCയുടെ ഒരു സൈനിക വക്താവ് കൂടി കൊല്ലപ്പെട്ടു. അതായത് അജയ് സൂചിപ്പിച്ചതുപോലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടത് പുലർച്ചെയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലും അമേരിക്കയ്ക്കെതിരെയുമുള്ള നൈനിയുടെ പരാമർശങ്ങൾ മാധ്യമങ്ങളിൽ വന്ന് മണിക്കൂറുകൾക്ക് പിന്നാലെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഈ പല പ്രമുഖരും, അതായത് ഇറാനിലെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ചുമതലകൾ വഹിക്കുന്ന പല പ്രമുഖരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ
ഈ വലിയ ആശങ്കാജനകമായ സാഹചര്യം ഇങ്ങനെ ഇറാനെ ഈ രീതിയിൽ പ്രകോപിപ്പിക്കുമ്പോൾ ശക്തമായൊരു തിരിച്ചടിയും പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്ന് രാവിലെയുള്ള സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് രാവിലെയും ടെഹ്റാനിൽ ശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അവർ അമേരിക്കയുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇറാനിനകത്തുള്ള എണ്ണപ്പാടങ്ങളും അതുപോലെ തന്നെ ഗ്യാസ് സംഭരണ കേന്ദ്രങ്ങളും ആക്രമിക്കില്ല എന്ന് US ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ടെഹ്റാനിലടക്കം മറ്റ് പ്രധാന നഗരങ്ങളിലേക്കുള്ള ആക്രമണം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഇതിനിടെ ഇറാനിലുള്ള മരണസംഖ്യ 3000-ന് മുകളിലായിട്ടുണ്ട്. അമേരിക്ക കേന്ദ്രമായിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷനാണ് ഇത്തരം ഒരു വിവരം പുറത്തുവിട്ടത്. ആകെ ഇറാനിലുള്ള മരണസംഖ്യ 3186 ആയിട്ടുണ്ട്. ഇതിൽ 1394 പേരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടത്. 210 കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആകെ 1153 സൈനിക ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ IRGCയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് സായുധ സേനാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പെടുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ സ്വന്തം നിലയ്ക്ക് മാത്രമല്ല മറ്റ് സായുധ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഉൾപ്പെടെ ആയുധങ്ങൾ നൽകി അവർ വഴിയും ഇപ്പോൾ യുദ്ധം നടത്തുന്നുണ്ട്. ഇതിനെ സൗദി രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് നിലവിൽ വിമർശിച്ചിട്ടുള്ളത്. സൗദി അറേബ്യ പറഞ്ഞത് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിലുള്ള സായുധ സേനയ്ക്ക് ഇറാൻ സാമ്പത്തികമായും ആയുധമായും സഹായങ്ങൾ നൽകുന്നതിലൂടെ പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ അവതാളത്തിലാക്കുകയാണ് എന്ന് സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട്. സൗദി മാത്രമല്ല മൊത്തം 12 അറബ് ഇസ്ലാമിക് രാജ്യങ്ങളാണ് ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വന്നത്. അതുമാത്രമല്ല ഇപ്പോൾ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഇറാനെതിരെ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ് ഈ സംയുക്ത പ്രസ്താവന. അതായത് മുൻപ് അമേരിക്ക ഇത്തരത്തിൽ ഹോർമുസിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പല രാജ്യങ്ങളോട് രംഗത്ത് വരാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഈ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതിൽ ചില പ്രധാന രാജ്യങ്ങളെയും ട്രംപ് ക്ഷണിച്ചിരുന്നതാണ്. ഫ്രാൻസിനെയും UK അടക്കം ക്ഷണിച്ചിരുന്നു. എന്നാൽ അന്ന് ഇവരെല്ലാവരും ഈ ക്ഷണം നിഷേധിച്ചതാണ്. എന്നാൽ നിലവിൽ ഇവർ ഉറപ്പാക്കുന്ന ഈ സംയുക്ത പ്രസ്താവനയിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹോർമുസ് വഴിയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിന് തങ്ങൾ മാർഗമൊഴുക്കും എന്ന് ഈ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ നിലവിലെ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിലാണ് ഇവർ അപലപിക്കുന്നത്. ഇവർ പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചും മിസൈലുകളും ഡ്രോണുകളും വഴിയും ആക്രമണം നടത്തുന്നതിലൂടെ ഇറാൻ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടത്തുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നും ഈ രാജ്യങ്ങൾ നിലവിൽ ഈ പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട്. ഇതിനിടെ അമേരിക്കയ്ക്കും ശക്തമായിട്ടുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇറാനകത്ത് ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ്. യുദ്ധം നീണ്ടുപോയാൽ അതെങ്ങനെയാകും മറ്റ് രാജ്യങ്ങളെ പ്രതിഫലിക്കുക എന്ന് നമ്മൾ കണ്ടതാണ്. ഓഹരി വിപണിയുടെ തകർച്ച മുതൽ എണ്ണയുടെ വിലവർധന, മറ്റു വിലക്കയറ്റം, അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലേക്കും ലോകരാജ്യങ്ങളിലേക്കും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ട്. അതിനിടെ ഈ യുദ്ധം തുടങ്ങി കുറേ നാളുകൾക്ക് ശേഷമാണ് ഓഹരി വിപണിയിൽ ഒരു തിരിച്ചുകയറ്റം ഉണ്ടാകുന്നത്, എണ്ണയുടെ വില താഴേക്ക് വരുന്നത്. അതായത് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പ്രഖ്യാപിച്ച കാര്യമുണ്ടായിരുന്നു. അതായത് യുദ്ധം അതിവേഗത്തിൽ തന്നെ തീരും, അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്ന്. ഇതാണോ യുദ്ധം ഉടൻ തീരുമെന്ന ഒരു പ്രതീക്ഷയാണോ ഈ വിപണി വീണ്ടും ഒരു തിരിച്ചു വരാനുള്ളൊരു കാരണം? അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം. ഇതിനു മുൻപേ ട്രംപ് ഇത്തരം ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് യുദ്ധം അധികനാൾ നീളില്ല, ഉടൻ ഇപ്പോൾ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് അവസാനിക്കും, യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നെല്ലാം ട്രംപ് ഇതിനു മുൻപേ പറഞ്ഞിരുന്നു. അന്നും വിപണി കുറച്ച് മെച്ചപ്പെട്ടതാണ്. എന്നാൽ യുദ്ധം പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ പിന്നെയും വിപണി അത് തകിടം മറിയുകയും ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അത് അനിയന്ത്രിതമായി ഉയരുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോഴുള്ള അവസ്ഥ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ ഏതാണ്ട് 30% മുകളിലുള്ള വില വർധനവ് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ആശ്വാസം മാത്രമാണ് വിപണിയിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഈ പരാമർശം കാരണമാണ്. എന്നാൽ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സാഹചര്യം അത് വീണ്ടും വഷളാകും. വിപണി ഇപ്പോൾ ഓഹരി സൂചികകൾ ഉൾപ്പെടെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അടക്കം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അത്തരം സാധ്യതകളൊക്കെ കാണാൻ കഴിയും. എന്തായാലും
നിലവിൽ ഈ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ അടക്കം പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പം UK അതുപോലെ തന്നെ ജപ്പാൻ എന്ന രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഇത്തരമൊരു സംയുക്ത പ്രസ്താവന ഇറാനെതിരെ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിനിടെ അമേരിക്കയുടെ ഒരു F-35 വിമാനം നശിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിലാണ് ഈ ഒരു വിമാനം തകർന്നത്. ഒരു പ്രൊജക്റ്റൈൽ ഈ വിമാനത്തിൽ വന്ന് ഹിറ്റ് ചെയ്യുകയായിരുന്നു. IRGC ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വിമാനത്തിന് എന്നാൽ വിമാനം പൂർണ്ണമായി തകരുകയായിരുന്നില്ല. വിമാനത്തിന് ശക്തമായ തീപിടുത്തം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ പൈലറ്റ് സുരക്ഷിതനാണ് എന്നാണ് US അറിയിച്ചിട്ടുള്ളത്. എന്നാൽ വിമാനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. അത് പ്രവർത്തനരഹിതമായിട്ടുണ്ട് എന്നും ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് $100 മില്യൺ മുകളിൽ വില വരുന്നതാണ് ഈ പറയുന്ന F-35 വിമാനം. ഇതോടെ US-ൻ്റേതായി ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 16ഓളം വിമാനങ്ങളാണ് നശിച്ചത്. ഇതിൽ 10 വിമാനങ്ങൾ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് നശിച്ചത്. മറ്റുള്ളവ മിസൈൽ ആക്രമണങ്ങളിലും അതുപോലെ തന്നെ മറ്റ് റോക്കറ്റ് ആക്രമണങ്ങളിലുമൊക്കെയാണ് നശിച്ചതെന്നുള്ള വിവരങ്ങളാണുള്ളത്. അതുപോലെ US ഇപ്പോൾ പുതുതായി കൂടുതൽ ആയുധങ്ങളും അതുപോലെ തന്നെ കൂടുതൽ സൈനികരെയും ഇറാനിലേക്ക് വിന്യസിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളിലടക്കം അവരുടെ സൈനിക ബേസുകളെ ശക്തമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി US കോൺഗ്രസിൽ ഈ കൂടുതൽ തുക അടക്കം ആവശ്യപ്പെടാനുള്ള ഒരു പ്രമേയം പാസ്സാക്കാനുള്ള ഒരുക്കത്തിലാണ് ട്രംപ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജപ്പാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം പ്രതികരിച്ചത് താൻ സൈനിക വിന്യാസമൊന്നും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ US യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്, ഉടൻ തന്നെ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപും പ്രതികരിക്കുകയുണ്ടായി. ഈ US-ൻ്റെ ഉദ്യോഗസ്ഥർ പല സമയത്ത് പല രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രംപിന് ഒരു അഭിപ്രായമാണെങ്കിൽ അവിടെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റ് മറ്റൊരു കാര്യമായിരിക്കും പറയുന്നത്. പീറ്റ് ഹെഗ്സെറ്റ് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഈ യുദ്ധം അത് തുടർന്നുള്ള ഇനിയും നടപടിക്രമങ്ങൾ ഇനിയും അത് മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞത്. അപ്പോൾ ഈ പലരും പല രീതിയിലാണ് ഇത് പ്രതികരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ അത് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയ മറ്റൊരു കാര്യം അമേരിക്കയെ തങ്ങൾ ഈ യുദ്ധത്തിലേക്ക് എന്തായാലും ഒരു ആശ്വാസം ഉണ്ടാകുന്നു. അതായത് യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയാൽ അത് വലിയ ആശ്വാസമാണ്. ഈ രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഇറാനും ഇസ്രായേലിനും മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്കും. കാരണം അത്രയധികം യുദ്ധത്തിൻ്റെ കെടുതികൾ ഈ ലോകത്തെ ബാധിക്കുന്നുണ്ട്. നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്നുണ്ട്. അതിനപ്പുറം നിരവധി ആളുകളുടെ, മനുഷ്യരുടെ കണ്ണീര് വീഴുന്നുണ്ട്.